വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളിലൂടെയും ശ്രദ്ധേയമായ പ്രതികരണങ്ങളിലൂടെയുമെല്ലാം ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ കടന്നുപോകും. റവാഡ എ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. UPSC നൽകിയ ചുരുക്കപ്പട്ടികയിലെ 1ാം പേരുകാരൻ നിതിൻ അഗർവാളിനെ മറികടന്നാണ് നിലവിലെ IB സ്പെഷ്യൽ ഡയറക്ടറായ റവാഡ എ ചന്ദ്രശേഖറിന്റെ നിയമനം. നാളെ റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുക്കും. സംസ്ഥാനത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് കേന്ദ്രത്തിൽ നിന്നെത്തി ഒരാൾ കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നത്. നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത എന്നിവരോടുള്ള താൽപര്യക്കുറവ് റവാഡ ചന്ദ്രശേഖറിന് അനുകൂലമായി. പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ പിന്തുണയും തുണച്ചു. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിലെ 15 വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് റവാഡ ചന്ദ്രശേഖർ കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നത്. 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥൻ. തലശ്ശേരി ASP ആയി തുടക്കം. I am so happy to receive the appointment order from the government of Kerala. വളരെ സന്തോഷമുണ്ട്. അവിടുത്തെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെയും കൂടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഈ രണ്ടും ഉൾക്കൊണ്ടിട്ട് നല്ല രീതിയിലുള്ള സേവനം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് സസ്പെൻഷനിലായിരുന്നെങ്കിലും സർവീസിൽ തിരിച്ചെത്തി റവാഡ ആത്മവിശ്വാസവും കണിശതയും കൈവിട്ടില്ല. കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന വിവാദങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് റവാഡ ചന്ദ്രശേഖർ. ഗവൺമെന്റ് ഹാസ് എവറി ഡെസിഷൻ ടു ടേക്ക്. Nothing like that. I am grateful to the government for having given me this appointment. IB സ്പെഷ്യൽ ഡയറക്ടറായി തുടരവെയാണ് കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നത്. അതിനിടെ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബിന് വിടവാങ്ങൽ പരേഡ് നൽകി. നാളെയാണ് റവാഡ ചന്ദ്രശേഖർ ചുമതലയേൽക്കുന്നത്. നാളെ കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പുതിയ പോലീസ് മേധാവി പങ്കെടുക്കും. 24 തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല. ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനായി ഡോക്ടേഴ്സിന്റെ വിദഗ്ധ സംഘത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നിയോഗിച്ചിട്ടുണ്ട്. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, എന്താണ് VSന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ? റിനു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPIMന്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള VS അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഹൃദയാഘാതത്തെ തുടർന്ന് അഡ്മിറ്റാക്കിയത്. ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരവും. അതീവ ഗുരുതരമാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. ശ്വാസകോശത്തിൽ അണുബാധയുണ്ട്. അതുപോലെ തന്നെ BP-യുടെയും വൃക്കയുടെയും പ്രവർത്തനം, അതായത് BP കൃത്യമല്ല എന്നുള്ളതാണ്. വൃക്കയുടെ പ്രവർത്തനവും കൃത്യമായിട്ടില്ല എന്നുള്ളതും വിവരമായി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം, ആരോഗ്യ വകുപ്പിന്റെ വിദഗ്ധ സംഘം, മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ നില കൃത്യമായി തന്നെ പരിശോധിച്ചു. ആശുപത്രിയിൽ എത്തി. അതീവ ഗുരുതരം തന്നെയാണ് അദ്ദേഹത്തിന്റെ നില എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. ശ്വാസകോശത്തിൽ ഉണ്ടായ അണുബാധ ശരീരത്ത് മറ്റവയവങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലുമുണ്ട്. എന്തായാലും വെന്റിലേറ്ററിൽ തന്നെ തുടരട്ടെ എന്നുള്ള ഒരു തീരുമാനമാണ്. രാവിലെ തന്നെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആശുപത്രിയിലെത്തും. അല്പസമയം മുമ്പ് തന്നെ വിവിധ നേതാക്കൾ ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തകരും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പഴയ സഹപ്രവർത്തകരടക്കമുള്ളവർ, പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ഈ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ട്. രജിത്ത്. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഗവർണറുടെ സുരക്ഷയ്ക്കായി രാജ്ഭവൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ നടപടി റദ്ദാക്കി. വിവിധയിടങ്ങളിലായി ജോലി ചെയ്യുന്നവരെ രാജ്ഭവനിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച് മണിക്കൂറുകൾക്കകമാണ് റദ്ദാക്കിയത്. സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് സ്ഥലം മാറ്റം റദ്ദാക്കിയത് എന്നാണ് വിവരം. രാജ്ഭവന്റെ ആവശ്യപ്രകാരം DGPയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. രാജ്ഭവനിലെ സുരക്ഷാ ചുമതലയിലേക്കാണ് 6 പോലീസുകാരുടെയും ഒരു ഡ്രൈവറുടെയും പേര് രാജ്ഭവൻ നിർദ്ദേശിച്ചത്. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ട് ഇന്നാണ് DGP ഉത്തരവിറക്കിയത്. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ പ്രതിഷേധത്തിൽ രജിസ്ട്രാറെ പ്രതിസ്ഥാനത്ത് നിർത്തി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ റിപ്പോർട്ട്. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ പെരുമാറ്റം അനുചിതമാണെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കാവിക്കൊടിയേന്ത്യ ഭാരതാംബ വിഷയത്തിൽ സർക്കാർ ഗവർണർ പോര് കടുക്കുന്നതിനിടെ സർവകലാശാല വൈസ് ചാൻസലറും വിവാദത്തിൽ കക്ഷിയാവുകയാണ്. സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി തടസ്സപ്പെടുത്താൻ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ കൂട്ടുനിന്നുവെന്ന സൂചനയോടെയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ റിപ്പോർട്ട്.
അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിലായിരുന്നു രജിസ്ട്രാറുടെ നടപടി. അനിൽകുമാർ ഉത്തരവാദിത്തബോധം കാട്ടിയില്ല. മതചിഹ്നം പ്രദർശിപ്പിച്ചതുകൊണ്ടാണ് പരിപാടി തടഞ്ഞതെന്നാണ് രജിസ്ട്രാർ പറഞ്ഞത്. എന്നാൽ എന്താണ് മതചിഹ്നമെന്നോ ഏത് മതത്തിന്റെ ചിഹ്നമെന്നോ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. വേദിയിൽ നേരിട്ടെത്തിയിട്ടും സ്വയം ബോധ്യപ്പെടുത്താൻ പോലും രജിസ്ട്രാർക്ക് കഴിഞ്ഞില്ല. ഗവർണർ വേദിയിലിരിക്കുമ്പോഴും ദേശീയഗാനം ആലപിക്കുമ്പോഴും ഹാളിലുള്ള അനുമതി റദ്ദാക്കിയ നടപടിയിൽ റിപ്പോർട്ടിൽ വൈസ് ചാൻസലർ ആശ്ചര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് ഗവർണറോടുള്ള അനാദരവാണെന്നും സർവകലാശാലയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നതാണെന്നുമാണ് വിസിയുടെ വിലയിരുത്തൽ. ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനാൽ ചടങ്ങ് അട്ടിമറിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി രജിസ്ട്രാർ പ്രവർത്തിച്ചുവെന്ന സംഘാടകരുടെ ആരോപണവും വൈസ് ചാൻസലർ ഏറ്റുപിടിക്കുന്നുണ്ട്. രജിസ്ട്രാർക്കെതിരെ നടപടി ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് വൈസ് ചാൻസലറിന്റേത് എന്ന് വ്യക്തം. റിപ്പോർട്ടിൽ വൈകാതെ രാജ്ഭവന്റെ നടപടി നിർദ്ദേശമുണ്ടാകും. 24 തിരുവനന്തപുരം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമാ വിവാദത്തിൽ സെൻസർ ബോർഡിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്ന് കോടതി ചോദിച്ചു. സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച നടപടിക്കെതിരെ സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ സിനിമാ പ്രവർത്തകർ പ്രതിഷേധിച്ചു. ജാനകി എന്ന പേര് ഒഴിവാക്കണമെന്ന റിവൈസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശത്തിനെതിരെയായിരുന്നു ഹൈക്കോടതി വിമർശനം. ഇന്ത്യയിലെ ഭൂരിഭാഗം പേരുകളും ഏതെങ്കിലും ദൈവത്തിന്റെ പേരുകളാണ്. ജാനകി എന്ന പേര് മതപരമായും വർഗപരമായും എങ്ങനെയാണ് അവഹേളനമാകുന്നതെന്ന് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ച് ചോദിച്ചു. സംവിധായകർക്ക് നിർദ്ദേശം നൽകുകയാണ് സെൻസർ ബോർഡ് ചെയ്യുന്നതെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് കഴിയില്ലെന്നും ജസ്റ്റിസ് എൻ നഗരേഷ് തുറന്നടിച്ചു. കോടതിയുടെ നിലപാടിൽ പ്രതീക്ഷയുണ്ടെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചു. അത് ഒരു പടി കൂടി മുമ്പോട്ട് പോയി കുറെ കൂടി ശുഭപ്രതീക്ഷയോടുകൂടി ഈ വിഷയത്തെ സമീപിക്കാനുള്ള ഞങ്ങൾക്ക് ധൈര്യം തരുന്ന, സ്വാതന്ത്ര്യം തരുന്ന ഒരു പരാമർശങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. സിനിമകളിൽ കത്രിക വെക്കുന്ന സെൻസർ ബോർഡ് നടപടിക്കെതിരെ നോക്കട്ട് പറഞ്ഞ് കത്രിക ചവിറ്റുകൊട്ടയിലേക്കിട്ടാണ് സിനിമാ പ്രവർത്തകർ പ്രതീകാത്മക പ്രതിഷേധം നടത്തിയത്. കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി ബുധനാഴ്ച വീണ്ടും കേസ് പരിഗണിക്കും. 24 കൊച്ചി. SFIയുടെ ദേശീയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ സർക്കാർ സ്കൂളിന് ഇന്ന് അവധി നൽകിയത് വലിയ വിവാദത്തിലായി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ ക്ലാസുകൾക്കാണ് അവധി. KSUവിന്റെ പരാതിയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോട് കോഴിക്കോട് DDE റിപ്പോർട്ട് തേടി. SFI ദേശീയ സമ്മേളനം നടക്കുന്നതിനാൽ കോഴിക്കോട് നഗരത്തിലെ സ്കൂളുകളിൽ പഠിപ്പ് മുടക്കുന്നു. ഇതിനാൽ സഹകരിക്കണമെന്നാണ് നേതാക്കൾ ആവശ്യപ്പെട്ടതെന്നാണ് സ്കൂളിന്റെ വിശദീകരണം. രാവിലെ 10:30ക്കാണ് ഹൈസ്കൂൾ വിഭാഗം ക്ലാസ് വിട്ടത്. രാവിലെ ഒരു 9:45 കൂടി ഒരു 7ഓളം SFI പ്രവർത്തകർ വന്നു. അപ്പോൾ അവരോട് ഞങ്ങൾ കാരണം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളെ അഖിലേന്ത്യാ സമ്മേളനം ടൗണിൽ നടക്കുന്നുണ്ട്, അപ്പോൾ ഒരു റാലി നടക്കുകയാണ്, നഗരത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഞങ്ങൾ പഠിപ്പ് മുടക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, അപ്പം സ്കൂൾ വിടണം എന്ന് പറഞ്ഞു. ഞങ്ങൾ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോകാതെ കുറേ നേരം നിന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 8, 9, 10 ക്ലാസ്സുകൾ വിട്ടു. അതാണ് ഉണ്ടായത്, അല്ലാതെ അവധി കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന സമാപന സമ്മേളനത്തിലേക്ക് ആളെ കൂട്ടാനാണ് വിദ്യാർത്ഥികളെ SFI പ്രവർത്തകർ വിളിച്ചിറക്കിയതെന്നാണ് ആരോപണം. വിഷയത്തിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ DDEക്ക് പരാതി നൽകി. KSU പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. DOനോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. ഇന്ന് സ്കൂളിന് അവധി നൽകിയേക്കുമെന്ന സൂചന നൽകി കഴിഞ്ഞ ദിവസം പ്രധാന അധ്യാപകൻ രക്ഷിതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് സന്ദേശം അയച്ചിരുന്നു. 10:30 കഴിഞ്ഞ് ക്ലാസ് വിടുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ രക്ഷിതാക്കളും മറ്റു വാഹനങ്ങളും തിരിച്ചു പോകാവൂ എന്നായിരുന്നു സന്ദേശം. 24 കോഴിക്കോട്. പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ഹിന്ദി പഠനം നിർബന്ധമാക്കുന്നതിൽ നിന്ന് മഹാരാഷ്ട്ര പിന്മാറിയപ്പോൾ അനുകൂല നിലപാടുമായി കേരളം. 1ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം തുടങ്ങാനാണ് കേരളത്തിന്റെ നീക്കം. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ രാഷ്ട്രീയമായി എതിർക്കുന്നതിനിടയിലാണ് തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ 3ാം ഭാഷാ നയത്തിന് BJPക്ക് വൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനത്ത് തന്നെ തിരിച്ചടി. മഹാരാഷ്ട്രയിലെ സ്കൂളുകളിൽ 5ാം തരം വരെ ഹിന്ദി ഭാഷ നിർബന്ധമാക്കിയ ഉത്തരവുകളാണ് റദ്ദാക്കിയത്. ഏപ്രിലാണ് ഹിന്ദി നിർബന്ധിത 3ാം ഭാഷയാക്കിയ ആദ്യ ഉത്തരവ് വന്നത്. പ്രതിഷേധം ശക്തമായതോടെ 3ാം ഭാഷയെ ഹിന്ദി അടക്കം ഏത് ഭാഷയും പരിഗണിക്കാമെന്ന് ഈ മാസം ഉത്തരവ് പുതുക്കി.
മുംബൈ കോർപ്പറേഷനിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ തിരിച്ചടി മുന്നിൽ കണ്ടാണ് സർക്കാർ ഉത്തരവുകൾ എല്ലാം റദ്ദാക്കുന്നത്. ഭാഷാ വിവാദത്തിൽ ഒരുമിച്ച് പ്രതിഷേധിക്കാൻ MNS തലവൻ രാജ് താക്കറെയും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും തയ്യാറെടുത്തതോടെയാണ് പെട്ടെന്നുള്ള തീരുമാനം. തെരഞ്ഞെടുപ്പുകളിൽ താക്കറെമാർ ഒന്നിച്ചാൽ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയെന്നാണ് BJP കണക്കുകൂട്ടൽ. അതേസമയം ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെ രാഷ്ട്രീയമായി എതിർക്കുന്ന കേരളം പക്ഷേ ഹിന്ദി പഠനത്തിന് പ്രാധാന്യം നൽകുകയാണ്. 1ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം തുടങ്ങാനാണ് ആലോചന. പുതിയ മാർഗരേഖയിലാണ് ഹിന്ദി പഠനത്തിന് പ്രാധാന്യം നൽകുന്നത്. ഹിന്ദിയിൽ ആശയവിനിമയത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ 5ാം ക്ലാസ് മുതലാണ് ഹിന്ദി പഠനം. ഹിന്ദി വായിക്കാനും സംസാരിക്കാനുമുള്ള പ്രാപ്തി കുട്ടികൾക്കുണ്ടാകണമെന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി. ഹിന്ദി സിനിമകൾ കാണാനും അവസരം ഒരുക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മുംബൈ. BJP കോർ കമ്മിറ്റി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി V. മുരളീധര വിഭാഗം. വികസനം മാത്രം പറഞ്ഞാൽ കേരളത്തിൽ വിലപ്പോവില്ല എന്നും പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരാൻ സംസ്ഥാന അധ്യക്ഷന് സാധിക്കുന്നില്ല എന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. സംസ്ഥാന BJPയിൽ വിഭാഗീയത അനുവദിക്കാനാവില്ല എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ താക്കീത്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന നേതൃയോഗങ്ങളിൽ നിന്ന് V. മുരളീധരനെയും K. സുരേന്ദ്രനെയും ഒഴിവാക്കിയതിനെതിരെ BJPയിൽ ആഭ്യന്തര കലഹം രൂക്ഷം. മറ നീക്കിയ ഭിന്നത കോർ കമ്മിറ്റിയിലും ആഞ്ഞടിച്ചു. K. സുരേന്ദ്രനാണ് വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയ തെരഞ്ഞെടുപ്പ് തന്ത്രം പാളിയെന്ന് K. സുരേന്ദ്രൻ. ഹിന്ദുത്വമാണ് പാർട്ടിയുടെ അടിസ്ഥാന ആശയമെന്നും അത് മറന്നാൽ ഭൂരിപക്ഷ വോട്ടുകൾ ഇടതുപക്ഷം കൊണ്ടുപോകുമെന്നും K. സുരേന്ദ്രൻ തുറന്നടിച്ചു. പുതിയ നേതൃത്വം രാഷ്ട്രീയം സംസാരിക്കുന്നില്ലെന്ന് V. മുരളീധര വിഭാഗം കടുപ്പിച്ചു. നേതാക്കളെ കണ്ടെത്താനുള്ള ടാലന്റ് ഹണ്ടുകൾ കോർപ്പറേറ്റ് രീതി. പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന നടപടിയാണ് നേതൃത്വം സ്വീകരിക്കുന്നത്. K. സുരേന്ദ്രനെയും V. മുരളീധരനെയും നേതൃയോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ മാനദണ്ഡം എന്തെന്നും വിമർശനം. തൃശൂരിലെ നേതൃയോഗത്തിൽ ക്ഷണമില്ലാത്ത വിവരം എങ്ങനെ പുറത്തുപോയി എന്നായിരുന്നു PK കൃഷ്ണദാസ് പക്ഷത്തിന്റെ ചോദ്യം. പങ്കെടുത്തവർ തന്നെയാകും പുറത്തുവിട്ടതെന്ന് എതിർവിഭാഗത്തിന്റെ മറുപടി. കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം നടത്താൻ നേതൃത്വം നിയോഗിച്ച K. സുരേന്ദ്രൻ നേതൃയോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്ന വാർത്ത നിഷേധിച്ചില്ല. അതൊക്കെ പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ടല്ലോ. വീഴ്ച സമ്മതിച്ചതായി രാജീവ് ചന്ദ്രശേഖർ യോഗത്തെ അറിയിച്ചു. ഇനി ഇത്തരം പരാതികൾ ഉണ്ടാകാൻ ഇടവരുത്തില്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ ഉറപ്പു നൽകി. സംസ്ഥാന BJPയിൽ വിഭാഗീയത അനുവദിക്കില്ലെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ഉപകരണങ്ങളില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ അന്വേഷണം തുടങ്ങിയ ആരോഗ്യവകുപ്പ്. ആലപ്പുഴ, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം തിരുവനന്തപുരത്തെത്തി തെളിവ് ശേഖരണം തുടങ്ങി. അന്വേഷണ സംഘത്തിൽ തൃപ്തിയുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ അറിയിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ജയകുമാർ TK, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ രാജീവൻ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B. പത്മകുമാർ, നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ഗോമതിയസ് തുടങ്ങിയവരാണ് വിദഗ്ധ സമിതിയിൽ. ഡോക്ടർ ഹാരിസ് ഹസൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് സമിതി വിശദമായി അന്വേഷിച്ച സർക്കാരിന് റിപ്പോർട്ട് നൽകും. ആശുപത്രി വികസന സമിതി മുഖേന ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കും. ഇക്കാര്യത്തിൽ സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും ഭാഗത്തുണ്ടായ ഇടപെടലും അന്വേഷണ വിധേയമാക്കും. അന്വേഷണ സംഘത്തിൽ തൃപ്തിയുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ. വളരെ തൃപ്തികരമാണ്. അത് ഇത്രയും വേഗത്തിൽ ഗവൺമെൻറ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനും അന്വേഷണ കമ്മിറ്റി ഏർപ്പെടുത്തിയതിലും വളരെ സന്തോഷമുണ്ട്. എല്ലാ വിഷയങ്ങളും വിദഗ്ധ സമിതി അന്വേഷിച്ച് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നേടിത്തരാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഡോക്ടറിന്റെ തുറന്നു പറച്ചിലിൽ സൂപ്രണ്ട് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. ആരോഗ്യമന്ത്രിയുടെ രാജി എഴുതി വാങ്ങണമെന്ന K. മുരളീധരൻ. മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുള്ളത്, വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങി വാർത്ത വായിക്കാൻ അവർ എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കുക. വിവാദങ്ങൾക്കിടെ ബന്ധപ്പെട്ട വകുപ്പ് മേധാവിമാരുമായും DMEയുമായും ആരോഗ്യമന്ത്രി ചർച്ച നടത്തി. 24 തിരുവനന്തപുരം. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ പുതിയ ബ്ലോക്കിനുള്ളിൽ ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകി. 2 വാർഡുകളും കാർഡിയോ OPയുമുള്ള കെട്ടിടത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഗുണമേന്മയില്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മാണമെന്നും ഇതാണ് പൈപ്പ് പൊട്ടാൻ കാരണം എന്നുമാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്.
2022 ഏപ്രിൽ 2 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതാണ് ഈ മെഡിക്കൽ ബ്ലോക്ക്. കഴിഞ്ഞ ദിവസത്തെ ദൃശ്യം ഇങ്ങനെ. ഏഴാം നിലയിലെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് ഈ അവസ്ഥ. നേരത്തെ തന്നെ കെട്ടിട നിർമ്മാണത്തിൽ ക്രമക്കേട് ആരോപണം ഉയർന്നിരുന്നു. യാതൊരുവിധ ഗുണമേന്മയുമില്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വയനാട് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നിർമ്മാണ കാലഘട്ടത്തിൽ തന്നെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും ആരോപണം ഉന്നയിച്ചതാണ്. കുരങ്ങ് പൈപ്പ് പൊട്ടിച്ചു എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിചിത്രവാദം. ഇതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. കുരങ്ങ് പിടിക്കുമ്പോൾ പൊട്ടുന്ന പൈപ്പാണെങ്കിൽ ഞങ്ങൾ പറയുന്നു കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട്. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒന്നിൻ്റെയും കാര്യത്തിൽ അവിടെ കൃത്യതയാർന്ന ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒത്താശയോടുകൂടി നടന്ന അഴിമതിയാണ് ആ ബിൽഡിങ്ങിന്റെ ആകമാന നിർമ്മാണത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പ്രവർത്തനം തുടങ്ങി 6 മാസത്തിനുള്ളിൽ ടോയ്ലറ്റുകൾ ബ്ലോക്കായതും പ്ലംബിംഗ് ചോർന്നതും പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. 24 വയനാട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാലൊടിഞ്ഞ വയോധികയുടെ ശസ്ത്രക്രിയയ്ക്ക് ചെലവായത് 85,000 രൂപ. കൊല്ലം ആയൂർ സ്വദേശി ചെല്ലമ്മയുടെ ചികിത്സയ്ക്കായി സിറിഞ്ച് പോലും വാങ്ങി നൽകേണ്ടി വന്നുവെന്ന് മകൻ 24-നോട് പറഞ്ഞു. ജൂൺ 13-ാം തീയതിയാണ് വീടിനകത്ത് വീണ് കൊല്ലം ആയൂർ അകമൺ സ്വദേശി ചെല്ലമ്മയുടെ കാലിന്റെ എല്ല് പൊട്ടിയത്. ആദ്യം പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചെല്ലമ്മയെ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 10 ദിവസം കഴിഞ്ഞാണ് ശസ്ത്രക്രിയ നടത്തിയത്. 10 ദിവസമായി ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അവർ ഈ ശരീരം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മളെടുത്ത് പറഞ്ഞു. ചികിത്സയ്ക്ക് വേണ്ട സകല മരുന്നുകളും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും വാങ്ങി നൽകാൻ ഡോക്ടർ നിർദ്ദേശിച്ചുവെന്ന് ചെല്ലമ്മയുടെ മകൻ ബാബു 24-നോട് പറഞ്ഞു. ഫിറ്റിംഗ് സാധനം എടുക്കാൻ പിന്നെ ഭഗവതി മെഡിക്കലിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അത് ഡോക്ടറാണ് പറഞ്ഞു. നിങ്ങൾക്ക് ഇൻഷുറൻസ് കാർഡ് പുതുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ പുറത്തുനിന്ന് എടുക്കണമെന്നാണ് പറഞ്ഞു. 85,000 രൂപയാണ് ഇത്തരത്തിൽ ചെലവായത്. കുത്തിവെപ്പിനുള്ള സിറിഞ്ച് പോലും വാങ്ങി നൽകേണ്ടി വന്നുവെന്നും മകൻ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചെന്നും ബാബു 24-നോട് പറഞ്ഞു. 24 കൊല്ലം. തൃശൂരിൽ 3 വർഷത്തിനിടെ 2 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ നിർണായക തെളിവുകൾ ശേഖരിച്ച് ഫോറൻസിക് സംഘം. കൊല്ലപ്പെട്ട 2 കുഞ്ഞുങ്ങളുടെയും അസ്ഥിയുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. പ്രതികളായ അനീഷയെയും ഭവിനെയും റിമാൻഡ് ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മേധാവി ഡോക്ടർ ഉന്മേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിർണായക തെളിവുകൾ ശേഖരിച്ചത്. 2021 നടന്ന ആദ്യ കുഞ്ഞിന്റെ കൊലപാതകത്തിലാണ് വെള്ളികുളങ്ങരയിലെ അനീഷയുടെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തിയത്. കുഞ്ഞിന്റെ കൈവിരലിന്റെ അസ്ഥികൾ ഉൾപ്പെടെ കണ്ടെത്തി. ചെറിയ കുട്ടിയല്ലേ, ജനിച്ചിട്ട് അധികം നാളായിട്ടുണ്ടാവില്ലല്ലോ. ഇനി ചെറിയ എല്ലും കഷ്ണങ്ങൾ കിട്ടി. കുഞ്ഞിലെ കൈയിലെ വിരലുകൾ, പിന്നെ നമ്മളെ കുഞ്ഞിലല്ലേ, കുഞ്ഞു പൈതലല്ലേ, അത്ര ഉണ്ടാവുള്ളൂ. ആമ്പല്ലൂരിൽ ഭവിന്റെ വീട്ടിലാണ് 2024 കൊല്ലപ്പെട്ട 2ാമത്തെ കുഞ്ഞിന്റെ അസ്ഥിഭാഗങ്ങൾക്കായി പരിശോധന നടത്തിയത്. വീടിനോട് ചേർന്നുള്ള തോടിന് സമീപത്തായി അസ്ഥികൾ കണ്ടെത്തി. ശേഖരിച്ച അസ്ഥിഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ്. അതിന്റെ ബാക്കിയുള്ള പാർട്സുകൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ബാക്കി നടപടി ചെയ്യുന്നുണ്ട്. അതെ, ഇനി ഫർദർ നടപടികളുണ്ടാവും. കേസിന്റെ അന്വേഷണ ഭാഗമായുള്ള മറ്റ് നടപടികൾ ചെയ്യുന്നു. പ്രതികളുടെ കുറ്റസമ്മത മൊഴികൾക്കപ്പുറം ശാസ്ത്രീയ തെളിവുകൾ കൂടി ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. യൂട്യൂബിന്റെ കൂടി സഹായത്തോടെയാണ് പ്രസവം നടത്തിയതെന്നാണ് അനീഷ പോലീസിന് നൽകിയ മൊഴി. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചപ്പോൾ ലഭിച്ച അറിവുകളും അനീഷയ്ക്ക് ഇക്കാര്യത്തിൽ സഹായകരമായി. 2 തവണ ഗർഭിണിയായപ്പോഴും ഗർഭാവസ്ഥ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുപിടിക്കാൻ ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി വയറിൽ തുണി കെട്ടിയെന്നാണ് അനീഷ പോലീസിന് നൽകിയ വിവരം. കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ചിത്രങ്ങളും ദൃശ്യങ്ങളും ഫോണിൽ ചിത്രീകരിച്ചിരുന്നതായും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. അരുംകൊല നടന്ന് വർഷങ്ങൾ പിന്നിട്ടു. തെളിവുകളായി അവശേഷിച്ചത് എല്ലിൻ കഷ്ണങ്ങൾ മാത്രം. സാഹചര്യ തെളിവുകൾ കൂടാതെ ഫോറൻസിക് പരിശോധനാ ഫലവും ഡിജിറ്റൽ തെളിവുകളാകും കേസിൽ നിർണായകമാവുക. വെള്ളിക്കുളങ്ങരയിലെ അനീഷയുടെ വീട്ടിൽ നിന്ന് ബിനേഷ് ബാബുരാജിനൊപ്പം നിതിൻ അംബുജൻ, 24. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കോട്ടയത്താണ് ഒരാൾ മരിച്ചത്. കോട്ടയം പാലയിൽ കാറിടിച്ചാണ് വയോധികൻ മരിച്ചത്. പാല പൂവരണി സ്വദേശി വെള്ളയേപ്പള്ളി കൊട്ടാരത്തിൽ ജോർജ് വർക്കിയാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പത്തനംതിട്ട കോന്നി മൂക്കന്നൂർ പടിയിൽ ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കൊന്നമൂട് വളവിൽ കാറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചുമാറ്റിയ ബൈക്കിടിച്ച് ഒരാൾക്ക് പരിക്ക്. അപകടങ്ങളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു.
കോഴിക്കോട് ഉള്ളിയേരിക്ക് സമീപം കൂമുള്ളിയിൽ ലോറി മരത്തിലിടിച്ച് ഡ്രൈവർക്ക് കൈക്ക് പരിക്കേറ്റു. കൊല്ലം പുനലൂരിൽ KSRTC ബസ് കാൽനടയാത്രക്കാരിയുടെ കാലിലൂടെ കയറിയിറങ്ങി. പുനലൂർ സ്വദേശി കവിതയെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് ചേളന്നൂരിൽ ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചു. അപകടത്തിൽ പരിക്കേറ്റ 12 ബസ് യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മലപ്പുറം പാങ്ങിലെ 1 വയസ്സുകാരന്റെ മരണകാരണം മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്നെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്ന ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് കുഞ്ഞു മരിച്ചെന്ന പരാതിയിലാണ് പോലീസിന്റെ അന്വേഷണം. കാടാമ്പുഴ സ്വദേശികളായ നവാസ് ഹിറ ഹറീറ ദമ്പതിമാരുടെ മകൻ ഇസൻ ഇർഹാന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നത്. കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചത് മഞ്ഞപ്പിത്തം തന്നെയാണ് എന്നാണ് ഡോക്ടേഴ്സിന്റെ കണ്ടെത്തൽ. കുഞ്ഞിന്റെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നാലേ മഞ്ഞപ്പിത്തത്തിന് കുഞ്ഞിന് ചികിത്സ നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാവൂ. രാസപരിശോധനാ ഫലം വന്നാൽ കൂടുതൽ നടപടിയിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുഞ്ഞ് മരിച്ചത്. കുഞ്ഞിന് മാതാപിതാക്കൾ ചികിത്സ നൽകാത്തതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസിന് പരാതി ലഭിച്ചിരുന്നു. ചികിത്സ നൽകിയിട്ടുണ്ട് എന്നാണ് മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞത്. കുഞ്ഞിന്റെ മാതാവ് ആധുനിക മെഡിസിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ നടത്തിയ വിമർശനങ്ങളും ചർച്ചയാവുന്നുണ്ട്. താനൂർ DYSP പ്രമോദാണ് കേസ് അന്വേഷിക്കുന്നത്. 24 മലപ്പുറം. സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം 2 സ്ത്രീകളിലേക്ക്. കണ്ണൂർ ഗൂഡല്ലൂർ മേഖലയിലെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൊലപാതകത്തിന് പിന്നിൽ കർണാടക ഗുണ്ടൽപേട്ടിലെ സ്ത്രീക്ക് പങ്കുണ്ടെന്ന് ഹേമചന്ദ്രന്റെ സഹോദരൻ ഷിബിത്ത് 24നോട് പറഞ്ഞു. ഹേമചന്ദ്രന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തി. മൈസൂരു ബംഗളൂരു റോഡരികിൽ കാട് മൂടിയ സ്ഥലത്ത് പാറക്കൂട്ടത്തിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ. സ്ത്രീയായിട്ട് ചേട്ടന് സുഹൃത്ബന്ധം ഉണ്ടായിരുന്നു, സൗമ്യ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഗുണ്ടൽപേട്ടുള്ള. വർഷങ്ങളായിട്ട് ഞങ്ങളെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ആ ഒരു സ്ത്രീ പല പ്രാവശ്യവും ഏട്ടനെ വിളിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഹേമചന്ദ്രന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം സൗമ്യയാണ് എന്ന് സംശയമുണ്ടെന്നാണ് ഷിബിത്ത് 24നോട് വെളിപ്പെടുത്തിയത്. സൗമ്യക്കെതിരെ ഗുണ്ടൽപേട്ട് സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകിയിരുന്നു. ഹേമചന്ദ്രന്റെ മകളുടെ പേരുള്ള സ്കൂട്ടർ ഇവർ തട്ടിയെടുത്തിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹേമചന്ദ്രനെ കാണാതായ ശേഷമാണ് പരാതി നൽകിയത്. പ്രതിയായ നൌഷാദുമായും സൗമ്യയ്ക്ക് ബന്ധമുണ്ട്. സൗമ്യയിലേക്ക് അന്വേഷണം വേണമെന്നും ഷിബിത്ത് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് സൗമ്യക്ക് നല്ല പങ്ക് ഇതിനകത്ത് ഉണ്ടെന്നാണ് എന്റെ സംശയം. ഇത് ഞാൻ പോലീസുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ത്രീനെ പരിചയപ്പെട്ടതിന് ശേഷം കണ്ടമാനം സാമ്പത്തിക ഇടപാട് ആൾക്ക് വന്നിട്ടുണ്ട്. അതിപ്പോ ഹേമനെ തപ്പി നടക്കുന്നത് കുറെ കാലമായിട്ട് തപ്പി നടക്കുന്നുണ്ട് ഈ പറഞ്ഞ ഈ സൗമ്യ നമ്പറിനൊക്കെ വേണ്ടിയിട്ട്. ഹേമചന്ദ്രനെ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് എത്തിക്കാൻ കണ്ണൂർ സ്വദേശിയായ സ്ത്രീയെയും ഉപയോഗിച്ചിട്ടുണ്ട്. സൗമ്യയ്ക്കൊപ്പം ഇവരും അന്വേഷണ പരിധിയിലാണ്. സൗദിയിലുള്ള പ്രതി നൌഷാദിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം തുടങ്ങി. മൃതദേഹത്തിന്റെ DNA പരിശോധനാ ഫലം 4 ദിവസത്തിനുള്ളിൽ പുറത്തുവരും. ഇതിനുശേഷമാകും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. ഹേമചന്ദ്രന്റെ ബന്ധുക്കളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പോലീസിന്റെ അന്വേഷണം കർണാടകയിലേക്കും നീളുകയാണ്. കൂടുതൽ പേർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. കൊൽക്കത്തയിലെ കൂട്ടബലാത്സംഗത്തിൽ സ്വമേധയാ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്തയച്ച അഭിഭാഷകൻ. സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണത്തിനായി കേസ് CBIക്ക് കൈമാറണമെന്നും ആവശ്യം. ദേശീയ വനിതാ കമ്മീഷന്റെ അന്വേഷണത്തോട് പോലീസ് സഹകരിക്കുന്നില്ല എന്ന് കമ്മീഷൻ അംഗം ഡോക്ടർ അർച്ചന മജുംദാർ പറഞ്ഞു. അഭിഭാഷകനായ സത്യം സിംഗ് രാജ്പുത്താണ് ചീഫ് ജസ്റ്റിസിന് കത്തയച്ചത്. കൊൽക്കത്ത ലോ കോളേജിൽ വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ സ്വമേധയാ കേസെടുക്കണമെന്നും വിദ്യാർത്ഥിനിയെ കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്ത TMC നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് കത്ത്. സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണത്തിനായി കേസ് CBI അന്വേഷിക്കണമെന്നും കോളേജിൽ കുറ്റകൃത്യമുണ്ടാകാനിടയായ സാഹചര്യത്തെക്കുറിച്ച് മജിസ്ട്രേറ്റിൽ അന്വേഷണം വേണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷന്റെ അന്വേഷണത്തോട് പോലീസ് സഹകരിക്കുന്നില്ലെന്ന് കമ്മീഷൻ അംഗം ഡോക്ടർ അർച്ചന മജുംദാർ ആരോപിച്ചു. പീഡനത്തിനിരയായ വിദ്യാർത്ഥിനിയെയും കുടുംബത്തെയും കാണാൻ പോലീസ് അനുവദിക്കുന്നില്ലെന്നും ദേശീയ വനിതാ കമ്മീഷൻ അംഗം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ BJP ഏർപ്പെടുത്തിയ സമിതി അംഗങ്ങൾ കൊൽക്കത്തയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. മുൻ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഉൾപ്പെടെ BJP അന്വേഷണ സമിതിയിൽ 4 അംഗങ്ങളാണുള്ളത്. 24 ഡൽഹി. വിവാദ പരാമർശവുമായി BJP MP സുധാൻഷു ത്രിവേദി. ഇന്ത്യക്ക് മതേതര രാജ്യമായി നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് വിവാദ പരാമർശം. ദേശീയ ചിഹ്നത്തിലെ അശോക ചക്രം ഹിന്ദു ചിഹ്നമാണെന്ന് മറക്കരുത്. മതേതരത്വത്തിന്റെ പേരിൽ വിശ്വാസത്തിനുമേലും സംസ്കാരത്തിനുമേലും കടന്നുകയറുകയാണെന്നും സുധാൻഷു ത്രിവേദി
വിമർശിച്ചു. ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിനെതിരെ വാർത്താക്കുറിപ്പിറക്കി പത്തനംതിട്ട SP VG വിനോദ് കുമാർ. പ്രോസിക്യൂട്ടർ നിയമനത്തിനെതിരെയുള്ള ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിന്റെ പരാതി നടപടി ഭയന്നിട്ടെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പറയുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനം തങ്ങളുടെ താൽപര്യപ്രകാരമെന്ന് കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബം 24-നോട് പറഞ്ഞു. പത്തനംതിട്ടയിലെ കരിക്കിനേത്ത് കൊലക്കേസിൽ അടുത്തിടെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി പ്രശാന്ത് വി കുറുപ്പിനെ നിയമിച്ചത്. റൌഡി ലിസ്റ്റിൽപ്പെട്ട പ്രശാന്തിനെ ചട്ടവിരുദ്ധമായി SP ശുപാർശ ചെയ്തെന്നും അതിൽ നടപടി വേണമെന്നും ഡിവൈഎസ്പി മധുബാബു മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പരാതി വാർത്തയായതോടെയാണ് SP വാർത്താക്കുറിപ്പിറക്കിയത്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ഹൈക്കോടതിയാണ് നിയമനം നടത്തിയതെന്നാണ് SP-യുടെ വിശദീകരണം. 2013 നടന്ന കൊലപാതകത്തിൽ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്ന് CA ആയിരുന്ന മധുബാബു ആയിരുന്നു. അതിൽ തെളിവ് നശിപ്പിച്ചതിന് മധുബാബുവിനെതിരെ പരാതിയുണ്ട്. വിചാരണാവേളയിൽ പ്രതിയാകുമെന്ന് കണ്ടാണ് ഇപ്പോൾ പുതിയ പരാതിയുമായി രംഗത്ത് വന്നതെന്നും SP VG വിനോദ് കുമാർ പറയുന്നു. തങ്ങളുടെ താൽപര്യപ്രകാരമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനമെന്നും കേസ് അട്ടിമറിക്കാനാണ് മധുബാബു ശ്രമിച്ചതെന്നും കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബം 24-നോട് പറഞ്ഞു. കേസ് അട്ടിമറിക്കുകയും തെളിവുകൾ നശിപ്പിക്കുകയും പ്രതികളെ രക്ഷിക്കുന്ന നടപടികൾ അവർ സ്വീകരിച്ചു. അപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് ADGP ഹേമചന്ദ്രൻ വിളിച്ച് വിമലാദിത്യൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് എത്രയും പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യണം, അതിൻ്റെ നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുകയും MR മധുബാബു പ്രതിയാക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഭയന്നാണ് ഇപ്പം ഈ തെളിവുകൾ നശിപ്പിക്കുകയും കേസ് അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുന്നത്. 2013 കരിക്കിനേത്ത് വസ്ത്രശാലയിൽ ജീവനക്കാരനായിരുന്ന ബിജുവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കടഉടമകൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. കേസിന്റെ വിചാരണ ഉടൻ ആരംഭിക്കാനിരിക്കെയാണ് പുതിയ വിവാദം. 24 പത്തനംതിട്ട. തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ ക്ഷേത്രക്കുളത്തിൽ +2 വിദ്യാർത്ഥി സൂരജ് മുങ്ങിമരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. സുഹൃത്തുക്കൾക്ക് പുറമെ മുമ്പ് സംഘർഷത്തിലേർപ്പെട്ട രണ്ടുപേർ കൂടി കുളിക്കാനുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. സൂരജിന് നീന്തൽ അറിയാമെന്നും മാതാപിതാക്കൾ 24-നോട് പറഞ്ഞു. മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകി. ചേങ്കോട്ടുകോണം സ്വദേശിയായ സൂരജ് ചെമ്പഴന്തി ഇടത്തറ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാർ അപകടത്തെക്കുറിച്ച് പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെന്ന് മാതാപിതാക്കളായ സുമയും സുരേഷും. സംഘത്തിലുണ്ടായിരുന്ന 7 സുഹൃത്തുക്കൾക്ക് പുറമെ മുമ്പ് സംഘർഷത്തിലേർപ്പെട്ട 2 പേർ കൂടി കുളിക്കാനുണ്ടായിരുന്നത് സംശയം ജനിപ്പിക്കുന്നു. കൂട്ടുകാരുടെ പെരുമാറ്റത്തിലും മാറ്റം. ഇതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതെന്ന് മാതാപിതാക്കളും ബന്ധുക്കളും. ഞങ്ങൾ ചെന്നപ്പോഴാണ് മോനെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് കരയെ കൊണ്ട് കിടത്തിയത്. അവിടെ തിരക്കിയപ്പോൾ ഒരു അമ്മ പറഞ്ഞ എങ്ങനെയെന്ന് വെച്ചാൽ കുളത്തിൽ അടിപിടി നടന്നെന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടണമെന്ന് അമ്മ ചോദിച്ചപ്പം പറഞ്ഞെന്ന് അത് തമാശയ്ക്ക് കളിക്കണേണെന്ന് പറഞ്ഞെന്ന്. നമുക്കൊരു നീതി കിട്ടണം, എൻ്റെ മോൻ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള ഒരു നീതി കിട്ടണം. സൂരജിന് നീന്തൽ അറിയാമായിരുന്നുവെന്ന് സുഹൃത്തുക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. 50 മീറ്റർ അവൻ നീന്തിയാണ്. ആ കുളത്തിനെന്ന് വെച്ചാൽ 1.5 മീറ്ററേ ഉള്ളൂ. അവൻ കിടന്ന സൈഡെന്ന് വെച്ച് നോക്കിയാൽ അവൻ നീന്തി കയറാന്നുള്ള സൈഡേ ഉള്ളൂ. അപ്പോൾ ഒരാൾ മുക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കുടുംബത്തിന്റെ ഏക ആശ്രയമായ മകന്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകി. പരാതി നൽകി 3 ദിവസമായിട്ടും കഴക്കൂട്ടം പോലീസ് മൊഴിയെടുത്തില്ലെന്നും ആക്ഷേപം. സൂരജിന്റെ മരണത്തിൽ അന്വേഷണം ആരംഭിച്ചതായി കഴക്കൂട്ടം പോലീസ് പറഞ്ഞു. 24 തിരുവനന്തപുരം. കോൺഗ്രസിലെ മേജർ ക്യാപ്റ്റൻ വിളികളിൽ കടുത്ത എതിർപ്പുമായി യൂത്ത് കോൺഗ്രസ്. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി നേതാക്കൾ സ്വയം അപഹാസ്യരാകരുതെന്ന് സംസ്ഥാന പഠന ക്യാമ്പിലെ പ്രമേയ ചർച്ചയിൽ പ്രതിനിധികൾ വിമർശിച്ചു. യുവതലമുറയെ സംഘടനയിലേക്ക് അടുപ്പിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടെന്നും പ്രതിനിധികൾ തുറന്നടിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ VD സതീശനെ ക്യാപ്റ്റനെന്നും രമേശ് ചെന്നിത്തലയെ മേജറെന്നും വിശേഷിപ്പിച്ചുള്ള ക്രെഡിറ്റ് ചർച്ചകൾ വിവാദമായിരുന്നു. ഇതിലാണ് യൂത്ത് കോൺഗ്രസിന്റെ കടുത്ത എതിർപ്പ്. ഇത്തരം വിളികളെ പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കൾ സ്വയം അപഹാസ്യരാകരുതെന്ന സംഘടനാ പ്രമേയ ചർച്ചയിൽ പ്രതിനിധികൾ വിമർശനമുന്നയിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ വിമർശനത്തിൽ K മുരളീധരന്റെ പ്രതികരണം ഇങ്ങനെ: ഞാനൊരു പട്ടാളക്കാരനായതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല. യുവതലമുറയെ സംഘടനയിലേക്ക് അടുപ്പിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചെന്നും സംസ്ഥാന പഠന ക്യാമ്പിലെ പ്രമേയ ചർച്ചയിൽ പ്രതിനിധികൾ വിമർശിച്ചു. സമൂഹത്തിൽ വളർന്നുവരുന്ന രാഷ്ട്രീയത ചെറുക്കാൻ യൂത്ത് കോൺഗ്രസിന് ഒന്നും ചെയ്യാനാവുന്നില്ല. ഇക്കാര്യത്തിൽ പാട്ടിലൂടെ പോലും രാഷ്ട്രീയം പറയുന്ന റാപ്പർ വേടനെ മാതൃകയാക്കണമെന്ന സംഘടനാ പ്രമേയത്തിൽ പരാമർശമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയിൽ അടിമുടി മാറ്റം കൊണ്ടുവരണമെന്നും സമരമാർഗങ്ങൾ ഉൾപ്പെടെ പുതുമ വേണമെന്നും പ്രമേയം ശുപാർശ ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാനുള്ള പ്രായപരിധി 35 നിന്ന് 40 ആക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും 13 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും ആവശ്യത്തെ എതിർത്തു. സംസ്ഥാന പഠന ക്യാമ്പ് ഇന്ന് സമാപിക്കും.
24 ആലപ്പുഴ. തെലങ്കാനയിലെ കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടായ പൊട്ടിത്തെറിയിൽ 8 മരണം. സംഗറഡി ജില്ലയിലെ സിഗാച്ചി കെമിക്കൽ ഫാക്ടറിയിലാണ് അപകടമുണ്ടായത്. ഫാക്ടറിയിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് റിപ്പോർട്ട്. 25-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രാവിലെ 9:30യോടെയായിരുന്നു പൊട്ടിത്തെറി. റിയാക്ടർ പൊട്ടിത്തെറിച്ചതിനു പിന്നാലെ ഫാക്ടറിയിൽ വലിയ തോതിൽ തീ പടർന്നു. 5 പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് 3 പേർക്ക് ജീവൻ നഷ്ടമായി. 90-നടുത്ത് തൊഴിലാളികളായിരുന്നു പൊട്ടിത്തെറി നടക്കുമ്പോൾ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നത്. 12 അഗ്നിരക്ഷാ യൂണിറ്റുകളെത്തി ഏറെ പണിപ്പെട്ടാണ് തീയണച്ചത്. ജില്ലാ കളക്ടറും SP-യും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വിശദമായ റിപ്പോർട്ട് തേടി. അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചു. 24 ചെന്നൈ. സംസ്ഥാനത്ത് ഇന്നും വിവിധയിടങ്ങളിൽ കാട്ടാനിറങ്ങി. പാലക്കാട് അട്ടപ്പാടി ചീരക്കടവിൽ കാട്ടാനക്കൂട്ടം റോഡ് മുറിച്ചു കടന്ന് വനത്തിലേക്ക് കയറി. താവളംമുള്ളി റോഡിലാണ് ആനകളെത്തിയത്. പുത്തൂർ RRT സംഘം സ്ഥലത്തെത്തിയ ആനകളെ തുരത്തുകയായിരുന്നു. ചീരക്കടവിൽ തന്നെ ഭവാനിപ്പുഴയിലും കാട്ടാനകളെത്തിയിട്ടുണ്ട്. പരുപ്പന്തറ, ചീരക്കടവ്, തേക്കുവട്ട തുടങ്ങിയ പ്രദേശങ്ങളിൽ വ്യാപക കൃഷിനാശമാണ് ആനകൾ ഉണ്ടാക്കിയത്. ആനകളുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വയനാട് മേപ്പാടി പുഴമൂലയിൽ വീണ്ടും കാട്ടാനിറങ്ങി. കാപ്പിക്കാട് ജനവാസ മേഖലയിലാണ് 2 ആനകൾ ഇറങ്ങിയത്. കൃഷിനാശം വരുത്തി എന്നാണ് അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. കോഴിക്കോട് നാദാപുരത്തും മലപ്പുറം നിലമ്പൂരിലും തെരുവ് നായയുടെ ആക്രമണത്തിൽ നിന്ന് കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. നാദാപുരം മുടവന്തേരി ആവടിമുക്കിൽ മൻസൂറിന്റെ മകൻ ബിലാലിന് നേരെ 2 തെരുവ് നായകളാണ് ഓടിയെടുത്തത്. കോട്ടയം പാമ്പാടിയിൽ തെരുവുനായ ആക്രമണത്തിൽ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. രാവിലെ 11:30 ഈ കാഴ്ച. ബിലാൽ വീടിന് പുറത്തിറങ്ങിയതായിരുന്നു. 2 തെരുവു നായകളാണ് ഈ സമയം ഓടിയെടുത്തത്. പിതാവിനെ വിളിച്ച് കുട്ടി ഓടി രക്ഷപ്പെട്ടു. വീട്ടിലുണ്ടായിരുന്ന പിതാവ് നായയെ ഓടിച്ചു. നാദാപുരം മുടവന്തേരി ആവടിമുക്കിൽ തെരുവു നായ ശല്യം രൂക്ഷമാണ്. മലപ്പുറം നിലമ്പൂർ തൊണ്ടിയിലാണ് സ്കൂൾ കുട്ടികൾക്ക് നേരെ തെരുവുനായ പാഞ്ഞെടുത്തത്. ഈ മേഖലയിലും തെരുവുനായ ശല്യം രൂക്ഷമെന്ന് പ്രദേശവാസികൾ പറയുന്നു. 24 കോഴിക്കോട് മലപ്പുറം. തൃശൂരിൽ റോഡിലെ കുഴിയിൽ വീണ് ഇരുചക്രവാഹന യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധവും ബഹളവും. കൗൺസിൽ ഹാളിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് കൗൺസിലർമാരെ സസ്പെൻഡ് ചെയ്തു. അപകടത്തിൽ മരിച്ച വിഷ്ണുദത്തിന്റെ കുടുംബത്തിന് സഹായധനം നൽകാൻ ശ്രമിക്കുമെന്ന് മേയർ MK വർഗീസ് 24-നോട് പറഞ്ഞു. തൃശൂർ MG റോഡിലെ കുഴിയിൽ വീണ് പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്ത് മരിച്ചത് ചർച്ച ചെയ്യണം എന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം. കൗൺസിൽ യോഗം ആരംഭിച്ചുടൻ പ്രതിപക്ഷം വിഷയമുന്നയിച്ചു. എന്നാൽ അജണ്ടയിൽ ഇല്ലാത്തത് ചർച്ച ചെയ്യില്ല എന്ന് മേയർ. ഇത് അജണ്ട ചർച്ച ചെയ്യാനുള്ളതാണ്. ഇവിടെ ചർച്ച എന്ന് പറയുന്നത് അജണ്ടയ്ക്ക് എതിരാണ്. അജണ്ടയ്ക്ക് ചർച്ച ചെയ്യാനുള്ള സ്ഥലമാണ്. അതാണ് എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ വരാനുള്ള സ്ഥലം ഇതല്ല. മേയറുടെ നിലപാടിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം. ഇതോടെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റം, ബഹളം, സംഘർഷം. പ്രതിഷേധത്തിനിടെ കൗൺസിൽ ഹാളിലെ ടേബിളിൽ കയറിയ പ്രതിപക്ഷ കൗൺസിലറെ സസ്പെൻഡ് ചെയ്യുന്നുവെന്ന് മേയർ. ഇതോടെ പ്രതിപക്ഷ പ്രതിഷേധം ടേബിളിന് മുകളിലായി. ഇരു കൂട്ടരും പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാതെ വന്നതോടെ കൗൺസിൽ യോഗം നിർത്തി മേയർ മടങ്ങി. മരിച്ച വിഷ്ണുദത്തിന്റെ കുടുംബത്തിന് സഹായധനം നൽകാൻ ശ്രമിക്കുമെന്ന് മേയർ MK വർഗീസ് 24-നോട് പറഞ്ഞു. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു കൗൺസിൽ യോഗം. 24 തൃശൂർ. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായി റിയാദ് ഗവർണർക്ക് ദയാഹർജി നൽകുമെന്ന് റിയാദിലെ നിയമസഹായ സമിതി. കേസുമായി ബന്ധപ്പെട്ട അന്തിമവിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകി. കഴിഞ്ഞ മെയ് 26-നാണ് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ കേസിൽ റിയാദിലെ കോടതി അന്തിമവിധി പുറപ്പെടുവിച്ചത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പൊതു അവകാശവുമായി ബന്ധപ്പെട്ട് 20 വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ഇതിനെതിരെ അപ്പീൽ നൽകാൻ കോടതി നൽകിയ 1 മാസത്തെ സമയം അവസാനിച്ചു. ഇതിനിടയിൽ അന്തിമവിധിക്കെതിരെ കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ അപ്പീൽ നൽകുകയും ചെയ്തു. എന്നാൽ അബ്ദുറഹീമിന്റെ അഭിഭാഷകർ അപ്പീൽ നൽകിയില്ല. അബ്ദുറഹീം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അപ്പീൽ നൽകാതിരുന്നത് എന്നാണ് റിയാദിലെ നിയമസഹായ സമിതിയുടെ വിശദീകരണം. അപ്പീൽ നൽകിയാൽ കേസ് വീണ്ടും നീണ്ടുപോകുമെന്ന ആശങ്കയാണ് ഈ നിലപാടെടുക്കാൻ അബ്ദുറഹീമിനെ പ്രേരിപ്പിച്ചത് എന്നാണ് സൂചന.
അതേസമയം എത്രയും പെട്ടെന്ന് അബ്ദുറഹീമിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റിയാദ് ഗവർണർക്ക് ദയാഹർജി നൽകുമെന്ന് നിയമസഹായ സമിതി അറിയിച്ചു. 19 വർഷത്തെ ജയിൽവാസം അനുഭവിച്ചതും ജയിലിലെ നല്ല നടപ്പും പരിഗണിച്ച് പെട്ടെന്ന് മോചിപ്പിക്കണമെന്നാണ് ആവശ്യം. 2006 സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അബ്ദുറഹീം റിയാദ് ജയിലിലാകുന്നത്. കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് 15 മില്യൺ റിയാൽ മോചനദ്രവ്യം നൽകിയതിനെ തുടർന്ന് വധശിക്ഷ റദ്ദാക്കുകയും സ്വകാര്യ അവകാശവുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാകുകയും ചെയ്തു. പൊതു അവകാശവുമായി ബന്ധപ്പെട്ട കേസിലെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. 24 റിയാദ്. തിരുവനന്തപുരത്തും കൊല്ലത്തും വമ്പൻ വിലക്കുറവുമായി ലുലു. ജൂലൈ 3 മുതൽ 6 വരെ 4 ദിവസം തിരുവനന്തപുരം ലുലു മാളിലും കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിയിലും കണക്റ്റിലും വമ്പൻ വിലക്കുറവോടെ ഷോപ്പിംഗ് നടത്താം. അന്തർദേശീയ ബ്രാൻഡുകൾ ഉൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങൾ പകുതി വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. എല്ലാ വിഭാഗത്തിലുമുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ഓഫറുകളുണ്ട്. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ സ്റ്റോർ, കണക്റ്റ് അടക്കമുള്ള ലുലുവിൻ്റെ എല്ലാ ഷോപ്പുകളിലും ഓഫറുകളോടെ പർച്ചേസ് സാധ്യമാണ്. തിരുവനന്തപുരം ലുലു മാളിലെ മറ്റ് ഷോപ്പുകളിലും ലുലു ഓൺ സെയിലിൻ്റെ ഭാഗമാകും. പ്രമുഖ ബ്രാൻഡുകളുടെ ഫാഷൻ തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, ലാപ്ടോപ്പ്, മൊബൈൽ, TV, വീട്ടുപകരണങ്ങൾ, ബാഗുകൾ, പാദരക്ഷകൾ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വിലക്കിഴിവ് ലഭ്യമാണ്. ഓഫർ സെയിൽ ദിവസങ്ങളിൽ രാത്രി 2 മണിവരെ ഷോപ്പുകൾ പ്രവർത്തിക്കും. സെയിലിന്റെ ഭാഗമായി ഷോപ്പ് ആൻഡ് വിൻ മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ ഈ വരുന്ന ജൂലൈ 3, 4, 5, 6 തീയതികളിൽ 500-ൽ പരം ബ്രാൻഡിൽ 50% വരെ ഓഫേഴ്സ് ഇവിടെ ലഭ്യമായിരിക്കും. ഈ റിപ്പോർട്ടോടെ വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്.